Hi, how are you? Welcome to our Hindi class. All of you take your books. Page number 55. So, in the last class, we have studied about Prabhat. What we learned yesterday? Yes, Prabhat morning. മോർണിംഗിൻ്റെ പ്രത്യേകത എന്താണ്, മോർണിംഗ് എങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണം ഒക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇന്ന് ആക്ടിവിറ്റീസാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പാഠബോധ പ്രശ്നോं के उत्तर दे. പേജ് നമ്പർ 55. പ്രശ്നों के उत्तर दे. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. മൗഖിക് ഓറൽ ക്വസ്റ്റ്യൻസ്. लिसन. प्रभात होने पर पंछी क्या करते हैं? प्रभात होने पर पंछी क्या करते हैं? पंछी മീൻസ് ബേർഡ്സ്. പ്രഭാത് മോർണിംഗിൽ ബേർഡ്സ് എന്താ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിനകത്ത് സ്കിപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാമല്ലോ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതേണ്ടത്. സ്കിപ്പ് ചെയ്യേണ്ടത് ക്യാ കർത്തേ ഹൈ. ക്യാ മാത്രം സ്കിപ്പ് ചെയ്താൽ പോരാ. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് ക്യാ കർത്തേ ഹൈ, എന്ത് ചെയ്യുന്നു എന്നുള്ളത് സ്കിപ്പ് ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ പെൻസിൽ വെച്ചിട്ട്. ക്യാ കർത്തേ ഹൈ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും പെൻസിലും പേനയും ഒക്കെ എടുത്തിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ക്ലാസ് കേൾക്കാൻ. ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ എന്താണോ എഴുതാൻ പറയുന്നത് അത് അപ്പോഴേ എഴുതുക. ക്ലാസ് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോട്ട്സ് തെറ്റാതെ എഴുതണമെങ്കിൽ, മനസ്സിലാവണമെങ്കിൽ, പെട്ടെന്ന് പഠിക്കാൻ പറ്റണമെങ്കിൽ എപ്പോഴാണോ ക്ലാസ് നോട്ട് എഴുതുന്നത് അപ്പം തന്നെ നിങ്ങൾ എഴുതുക. എപ്പോഴും പറയാനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് തന്നെ നോട്ട് സെൻഡ് ചെയ്ത് തരിക, പറയിപ്പിക്കാതെ പ്ലീസ്. ഓക്കെ. അപ്പോൾ ഇനി ഓരോരുത്തർ വിളിപ്പിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്കറിയാം, പിന്നെ നോട്ട് സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മിസ്സിന് ബുദ്ധിമുട്ടാണ്. ഇന്ന ആൾ എഴുതിയിട്ടില്ല, ഇന്ന ആൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അവരൊക്കെ എനിക്ക് വിളിക്കണം. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളുടെ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇനി എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും ഇന്ന് സെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദയവേത് എന്നെ ഒന്ന് അറിയിക്കുക. തൊട്ടടുത്ത ദിവസം തന്നെ അത് എഴുതി സെൻഡ് ചെയ്യാം. ഓക്കെ. യെസ്. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. മൗഖിക്. പ്രഭാത് ഹോനെ പർ പഞ്ചി ക്യാ കർത്തേ ഹേ. അപ്പം ക്യാ കർത്തേ ഹേ എന്നാണ് അവിടെ സ്കിപ്പ് ചെയ്യേണ്ടത്. സ്കിപ്പ് ചെയ്തിട്ട് എഴുതുക ചഹക് ഉഡ്തേ ഹൈ. പ്രഭാത് ഹോനെ പർ പഞ്ചി ചഹക് ഉഡ്തേ ഹൈ. എ സെക്കൻഡ് വൺ. ഭൗരെ കിസെ അകേല ജാൻകർ ആയേ ഹേ. ഭൗരെ വണ്ട് ആരെയാണ് അകേല ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത്? ചമേലിക്കോ. ചമേലി ജാസ്മിൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിട്ട് ഓടി വരുന്നത്, ആ മണത്തിൽ ആകർഷണമായിട്ട് ഓടി വരിക. ചമേലിക്കോ. ചമേലി മീൻസ് സൂരജ് ക്യാ ലേക്കർ നിക്കലാ ഹേ. സൂരജ് ക്യാ ലേക്കർ നിക്കലാ ഹേ? ഉജാല ലേക്കർ. ഉജാല പ്രകാശ്. സൂര്യൻ എന്തുമായിട്ടാണ് വരുന്നത്? ഉജാല പ്രകാശമായിട്ടാണ് വരുന്നത്. ഇസ് കവിതയ്ക്ക് കവി കാ നാം ബതായിയെ. ഈ കവിതയിലെ കവിയുടെ പേരെന്താ? ബാലമുകുന്ദ് ഗുപ്ത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സ്കിപ്പ് ചെയ്യേണ്ടത് കിസെ എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ഭൗരെ കിസെ എന്ന് സ്കിപ്പ് ചെയ്തിട്ട് ചമേലിക്കോ എന്നാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ വേർഡ്. തേർഡ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ക്യാ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ എഴുതുക ഉജാല. ഫോർത്ത് ക്വസ്റ്റ്യനിൽ സ്കിപ്പ് ചെയ്യേണ്ടത് ബതായിയെ എന്നാണ്. പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും. ഇസ് കവിതയ്ക്ക് കവി കാ നാം. ഈ കവിതയിലെ കവിയുടെ പേരെന്താന്ന് പറഞ്ഞാലും എന്നാണ്. ആ ബതായിയെ എന്നാണ് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ എഴുതുക ബാലമുകുന്ദ് ഗുപ്ത് ഹേ. ബാലമുകുന്ദ് ഗുപ്ത് ഹേ. റൈറ്റ് ഇറ്റ് ഡൗൺ ഫാസ്റ്റ്. Okay, have you done? क्लियर आइए. प्रभात होने पर पंछी क्या करते हैं? प्रभात होने पर पंछी चहक उठते हैं. भौरे किसे अकेला जानकर आए हैं? भौरे चमेली को अकेला जानकर आए हैं. सूरज क्या लेकर निकला है? सूरज उजाला लेकर निकला है. इस कविता के कवि का नाम बताइए. इस कविता
के कवि का नाम बाल मुकुंद गुप्त जी है। Have you done? Yes, next लिखित क्वेश्चन। फर्स्ट क्वेश्चन, प्रभात होते ही दृश्य कैसा हो गया है। लिखित फर्स्ट क्वेश्चन, प्रभात होते ही दृश्य कैसा। പ്രഭാതത്തിലെ മോർണിംഗിലെ ദൃശ്യങ്ങൾ അല്ലേ എങ്ങനെയൊക്കെയാണ് മാറി വരുന്നത്, കൈസേ ഹോ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രഭാതത്തിൻ്റെ പ്രത്യേകതകൾ എന്നാണ് ചോദിക്കുന്നത്. പ്രഭാത് ഹോത്തെ ഹി ദൃശ്യ കൈസ ഹോ ഗയ. അപ്പോൾ ദൃശ്യ കൈസ ഹോ ഗയ എന്നങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തൊക്കെ സ്കിപ്പ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ദൃശ്യ കൈസ ഹോ ഗയാ ഹെ അത്രയും സ്കിപ്പ് ചെയ്യാനുള്ളതാണ്, അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ പ്രഭാത് ഹോത്തെ ഹി കലിയാ ഖിൽ ഗയി ഹെ. അത്യാവശ്യമുണ്ട്, പിന്നെ കുറച്ച്, പക്ഷെ പഠിക്കാൻ സിമ്പിളാണ്. കുറച്ച് നിങ്ങൾ സാധാരണ പഠിക്കണേക്കാൾ ഒരു സെൻറ്റൻസ് കൂടുതലായിട്ട് തോന്നുന്നു. കലിയാം ഖിൽ ഗയി ഹെ. കലിയാം ബഡ്സ് അല്ലേ, ഖിൽ ഗയി ഹെ. ഖിൽ ഗയി ആണ് വിരിയുക, ബ്ലോസംസ്. ഖിൽ ഗയി ഹെ കോമ ഒരെണ്ണം എഴുതി. പ്രഭാതാവുമ്പത്തിൻ്റെ പ്രത്യേകത, പ്രഭാത് ഹോത്തെ ഹി കലിയാം ഖിൽ ഗയി ഹെ. ഗ്വാളെ, ഗ്വാളെ മീൻസ് ഷപ്പേഡ്. ഗ്വാളെ ഗായം ലേക്കർ ഗായേം ലേക്കർ. ഗായ എന്താ, കന്നുകാലികളിലെ കൗകളുമായിട്ട് ലേക്കർ നിക്കൽ പടേ ഹെ. നിക്കൽ पड़े हैं. पड़े हैं. सूरज की किरणों से सारा संसार, ലോകം മുഴുവൻ, संसार जगमग रहा है. जगमग रहा है. ठंडी हवा, ठंडी हवा എന്താ ठंडी हवा, നല്ല തണുത്ത കാറ്റ്. चल रही है. അത്രയും മതി. വല്ലാതെ കൂടുതലൊന്നുമില്ല കേട്ടോ. കലിയാൻ ഖിൽ ഗയി ഹെ എന്താ, മുട്ടകളൊക്കെ വിരിയുന്നു. ഗാലെ ഗായം ലേക്കർ നിക്കൽ പടേ ഹെ എന്താ, ഗ്വാളെ ഷപ്പേർഡ് അല്ലേ, ഇടയര് അവരുടെ കന്നുകാലികളുമായിട്ട് പുറത്തിറങ്ങുന്നു മേയ്ക്കാൻ വേണ്ടി. സൂരജ് കി കിരണോസെ സൂര്യകിരണങ്ങളാൽ ലോകം മുഴുവൻ പ്രകാശപൂരിതമാകുന്നു. ठंडी ഹവ നല്ല തണുത്ത കാറ്റ് അല്ലേ, എന്താ ठंडी हवा കോൾഡ് എയർ ചൽ രഹി ഹെ വീശിക്കൊണ്ടിരിക്കുന്നു. ചെറുതായിട്ട് ഇങ്ങനെ മന്ദമാരുതൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രഭാതത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പത്തോം പർ പടി ഓസ് കി ബൂന്ദേ കൈസി ലഗ് രഹി ഹെ. അതായത് ലീവ്സിൽ വീഴുന്ന ആ ഡ്യൂ ഡ്രോപ്സ് എന്തുപോലെയാണ് അനുഭവപ്പെടുന്നത്. ബൂന്ദേ കൈസി എന്തുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു, എന്തുപോലെയാണ് നമുക്ക് തോന്നുന്നത്. കൈസി എന്നാണ് അവിടെ സ്കിപ്പ് ചെയ്യേണ്ടത്. കൈസി സ്കിപ്പ് ചെയ്തിട്ട് എഴുതുക. മോത്തി കെ സമാൻ. മോത്തി എന്താ, മുത്ത് പോലെ, ലൈക്ക് എ പേൾസ് അല്ലേ. മോത്തി കെ സമാൻ ലഗ് രഹി. അപ്പോൾ ഇതിൽ സ്കിപ്പ് ചെയ്യേണ്ടത് കൈസി എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇസ് കവിത കെ ദ്വാര കവി ബാലകോ കോ ക്യാ സന്ദേശ് ദേന ചാഹത്തി ഹെ. ഈ പോയം മുഖേന കവി പോയറ്റ് എന്ത് സന്ദേശമാണ് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ അവിടെ ക്യാ എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ഇസ് കവിത കെ ദ്വാര കവി ബാലകോങ്കോ അത്ര ആദ്യം എഴുതുക. എന്നിട്ട് ക്യാ എന്ന് എഴുതുന്ന സ്ഥാനത്ത് ആലസ്യം
പലരുടെ നോട്ട്സിൽ ഇപ്പോഴും ഫുൾ ആൻസർ കാണുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ആലസ്യ ചോടുകർ मन लगाकर पढ़ाई में जुटने का मुഴുകാൻ ബാക്കി ക്വസ്റ്റ്യനിലുണ്ട് जुटने का संदेश देना चाहते हैं. അപ്പോൾ ഈ പോയം മുഖേന പോയറ്റ് എന്ത് സന്ദേശമാണ് തരുന്നത്? അപ്പം എങ്ങനെ എഴുതുക? ഇസ് കവിതാ കെ ദ്വാര കവി ബാലകോ കോ, അത്രയും ക്വസ്റ്റ്യനിലുണ്ട്, ബാക്കി എഴുതുക. ആലസ്യ जोड़कर मन लगाकर पढ़ाई में जुटने का संदेश देना चाहते हैं. Okay, have you done? അപ്പോൾ only 3 questions is the ലിഖിത്. Once more listen. प्रभात होते ही दृश्य कैसा हो गया है. പ്രഭാതം മോർണിംഗ് ആയി എന്ന് വരുമ്പോൾ എന്താണ് മാറ്റമുണ്ടാകുന്നത് ദൃശ്യത്തിന്? കലിയാം ഖിൽ ഗയി ഹെ. അപ്പം ഫുള്ളായിട്ട് ആൻസർ ചെയ്താൽ പ്രഭാത് ഹോത്തെ ഹി കലിയാം ഖിൽ ഗയി ഹെ, ഗോലെ ഗായം ലേക്കർ നിക്കൽ പടേ ഹെ, सूरज की किरणों से सारा संसार जगमग रहा है, ठंडी हवा चल रही है. सेकेंड वन, पत्तों पर पड़ी ओस की बूंदें कैसी लग रही है. पत्तों पर पड़ी ओस की बूंदें मोती के समान लग रही है. मुत्तु बोले ले. इस कविता के द्वारा कवि बालकों को क्या संदेश देना चाहते हैं? इस कविता के द्वारा कवि बालकों को आलस्य जोड़कर मन लगाकर पढ़ाई में जुटने का संदेश देना चाहते हैं. Yes, move on to next page. Page number 56. കവിത की पंक्तियाँ पूरे करें. അത് ഹോംവർക്കാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. കവിതയിലെ ലൈൻസ് കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് പോയം കംപ്ലീറ്റ് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാവുന്നേ ഉള്ളൂ. തേർഡ് വൺ, കവിത की वे पंक्तियाँ लिखे जिनका अर्थ है. കവിതയിലെ വരികളുടെ മീനിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ? റീഡ് ദ മീനിങ്സ് ആൻഡ് റൈറ്റ് അപ്രോപ്രിയേറ്റ് പോയറ്റിക് ലൈൻ ഫോർ സെയിം ലൈൻസ് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം. മീനിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥം, ആ മീനിങ്സിന് അനുയോജ്യമായിട്ടുള്ള കവിതയിലെ പോയത്തിലെ ലൈൻസ് എടുത്തിട്ട് എഴുതാനാണ്. സൂരജ് കിരണോ കി മാല ലേക്കർ നിക്കല और सारे जग में उजाला कर दिया. അതാണ് മീനിങ് വരുന്നത്. ഈ മീനിങ് വരുന്ന കവിതയിലെ വരി ഏതാ? സൂരജിലെ കിരണോ കി മാല. അവിടെ എത്രാമത്തെ ലൈനാണ്? 1 2 3 4 5 6 7ാമത്തെ ലൈൻ. 7ഉം 8ഉം 7th and 8th ലൈൻസ്. സൂരജ് കി കിരണോ കി മാല നിക്കല സബ് ജഗ് കിയ ഉജാല. ആ ലൈൻസാണ് അവിടെ വരുന്നത്. പത്തോം പർ പടി ഓസ് കി ബൂന്ദേ മോത്തിയോം കെ സമാൻ ബിക്കരി പടി ഹെ. അതായത് ലീവ്സിലുള്ള ഓസ് കി ഡ്യൂ ഡ്രോപ്സ് പേൾസിനെ പോലെ, ലൈക്ക് എ പേൾസിനെ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ആ കവിതയിലെ വരികൾ ഏതാ? അതാണ് 2 4 6 8 10. അതായത് 11th and 12th ലൈൻസ്. 11th ലൈൻ ആൻഡ് 12th ലൈൻ. പത്തേ യോം ഓസ് സെ ജഡേ ഹൈ ജയ്സെ മോത്തി ബിക്കർ പടേ ഹെ. അപ്പോൾ അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, അത് നോട്ട്ബുക്കിൽ, ഇത് 2 നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട. കവിതയിലെ വരികൾ പൂർത്തീകരിക്കുക എന്നുള്ള സെക്കൻഡ് വൺ തേർഡ് വൺ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതില്ല. ഓക്കെ. യെസ്, വ്യാകरण बोध फर्स्ट. कविता में आए समान तुक वाले शब्द लिखे. राइट റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. പോയത്തിലെ റൈമിംഗ് വേർഡ്സ് എഴുതാനാണ്. കലിയാം. കലിയാം, have you done it? कलियाम, रंग रलियाम, लेकर देकर, चमेली
अकेली, माला उजाला, प्यारी क्यारी, जड़े पड़े, सवेरा डेरा, खाओ लगाओ. ഇതാണ് റൈമിംഗ് വേർഡ്സ് വരുന്നത്. വൺസ് മോർ ലിസൺ. കലിയാം, രംഗിരലിയാം, അത് ഓൾറെഡി അവിടെ ഉണ്ട്. ലേക്കർ ദേക്കർ, ചമേലി അക്കേലി, മാല ഉജാല, പ്യാരി ക്യാരി, ജഡे പടേ, സവേര ഡേര, ഘാओ लगाओ. नेक्स्ट पर्यायवाची शब्द लिखिए. पर्यायवाची शब्द मीन्स सिनोनिम्स. पर्यायवाची शब्द राइट सिनोनिम्स. बाग, ബഗീച്ച, ഉപവൻ അവിടെ ഉണ്ട്, തന്നിട്ടുണ്ട്. പക്ഷി, പഞ്ചി, ഖഗ് പക്ഷി, ഭൗര ഭൗര, ഭംവര ഭ്രമർ, ഭംവര ഭ്രമർ വണ്ട് അല്ലേ. മഹഗ്, സുഗന്ധ ഖുഷ്ബു, സുഗന്ധ ഖുഷ്ബു ഫ്രേഗ്രൻസ്. सूरज सन, सूर्य दिनकर, सवेरा सुबह प्रभात मॉर्निंग, सुबह प्रभात मॉर्निंग. ओके, वंस मोर लिसन. पक्षी, पंछी, खग, भौरा भंवरा भ्रमर, महक सुगंध खुशबू, सूरज सूर्य, ദിനകർ, സവേര സുബഹ്, പ്രഭാത്. അവിടെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ബാഗ് ഗാർഡൻ, ബഗീച്ച, ഉപവൻ. യെസ്, അശുദ്ധ വാക്യോं को शुद्ध करके लिखिए. അശുദ്ധ അതായത് കറക്റ്റ് സെൻറ്റൻസ്. സെൻറ്റൻസ് തെറ്റുള്ള സെൻറ്റൻസിനെ കറക്റ്റാക്കി എഴുതാനാണ്. അതായത് നമുക്ക് നോക്കാം. രാജൻ കെ പാസ് ഏക്ക് ബില്ലി ധാ. ബില്ലി എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ്, അതുകൊണ്ട് ധ വരില്ല, ധി എന്നേ വരുള്ളൂ അല്ലേ. രാജൻ കെ പാസ് ഏക്ക് ബില്ലി ധി. बाला को केला अच्छा लगती है. बाला को केला अच्छा लगती है എന്നാ, ലഗ്തി ഹേ എന്നാണ് അവിടെ വരുന്നത്. സോറി, ലഗ്തി ഹേ എന്നാണ്. അത് കേല എന്നുള്ളത് ലഗ്തി എന്നല്ല, ലഗ്ത എന്നാണ് വരേണ്ടത്. പുല്ലിംഗ് ആയതുകൊണ്ട് അവിടെ ലഗ്ത, ലഗ്ത ഹേ അല്ലേ. ബാലാക്കോ കേല പുല്ലിംഗാണ് സെൻറ്റൻസ്, അതുകൊണ്ട് ലഗ്ത. ദാദീനെ രോഹൻ കോ പുസ്തക് ദിയ. പുസ്തക് ദിയ എന്നല്ല, നൽകി എന്നാണ്. അപ്പം ദി, പുസ്തക് ദി. നഗപ്പാനെ ഗായ്ക്കോ ഘാസ് ഖിലായ. ഗായ്ക്കോ ഘാസ് ഖിലായി എന്നാണ്, സ്ത്രീലിംഗാണ്, അതവിടെ ഖിലായി. അപ്പോൾ സെൻറ്റൻസിൽ കറക്റ്റ് ചെയ്യാനുള്ളത് കറക്റ്റ് ചെയ്ത് എഴുതുക കേട്ടോ. यस, लास्ट वन. जो शब्द सुनने श्रुति में लगभग समान लगते हैं परंतु उनके अर्थ अलग अलग भिन्न होते हैं, उन्हें ശ്രുതി സമ ഭിന്നാർത്ഥ कहते हैं. ചില വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് തോന്നും, പക്ഷേ അതിൽ മീനിങ്ങിൽ നല്ല അന്തരം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ പറയും ശ്രുതി സമ ഭിന്നാർത്ഥക. ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കുക, കേൾക്കുമ്പം സമം ഈക്വലായിട്ട് തോന്നും, പക്ഷെ ഭിന്ന അർത്ഥം. ഭിന്ന പറഞ്ഞാൽ വ്യത്യാസം, അർത്ഥ വ്യത്യാസം ഉണ്ടാവും. അപ്പം എന്താണ്, കേൾക്കുമ്പം ഈക്വലായിട്ട് തോന്നും, സമമായിട്ട് തോന്നും, ഒരുപോലെ തോന്നും, പക്ഷേ അതിൻ്റെ അർത്ഥം ഭിന്നമായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. ലിസൺ. അപ്പം അച്ചാർ,
അച്ചാർ കണ്ടോ. അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നീമ്പു നാരങ്ങയും ഇതൊക്കെ കൊണ്ട് അച്ചാറില്ലേ, അതിന് അച്ചാർ എന്ന് പറയും. ആചാർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം എന്നാണ്, വ്യവഹാർ, ആചരൺ. ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ, പക്ഷേ ശ്രുതി കേൾക്കുമ്പം ഈക്വലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് അർത്ഥം ഭിന്നമായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. അതിനെയാണ് ശ്രുതി സമഭിന്നാർത്ഥക് എന്ന് പറയുന്നത്. അപ്പോൾ നീച്ചെ ദിയെ ശ്രുതി സമ ഭിന്നാർത്ഥക് ശബ്ദമൊക്കെ വാക്യ പ്രയോഗ കരേ, താഴെ കുറച്ച് ശ്രുതി സമഭിന്ന അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ വാക്യപ്രയോഗം നടത്താനാണ്, വാക്യത്തിൽ പ്രയോഗിക്കുക, സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ, മേക്ക് സെൻറ്റൻസസ്. സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് എഴുതാം. പത്ത എന്ന് പറഞ്ഞാൽ ലീഫാണ് അല്ലേ. പദ എന്ന് വെച്ചാൽ അഡ്രസ്സാണ്. പത്ത പത, ഒരു താഴെ കുറവേ ഉള്ളൂ, പക്ഷേ മാറ്റം കണ്ടില്ല, അത് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പത്ത മീൻസ് ലീഫ്. പേട് സെ പത്ത ഗിരാഹെ, മരത്തിൽ നിന്നും ലീഫ് താഴെ വീഴുന്നു. പത മീൻസ് അഡ്രസ്സാണ്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സഹി പദാന ലിഖ്നേക്ക് കാരണം, ശരിയായ അഡ്രസ്സ് എഴുതാത്തത് കാരണം പത്ര നെഹിം പഹുഞ്ച, പത്ര മീൻസ് ലെറ്ററാണ്, ലെറ്റർ എത്തിയില്ല. കണ്ടോ, ശ്രുതി സമഭിന്നാർത്ഥക് പത്ത പദ രണ്ടും ഏകദേശം ഒരുപോലെ ഫീൽ ചെയ്യും നമുക്ക് കേൾക്കുമ്പോൾ, പക്ഷേ അതിൻ്റെ അർത്ഥം വ്യത്യാസമാണ്. ഓർ മീൻസ് സൈഡാണ്, ഓർ അല്ലേ. സൈഡാണെങ്കിൽ ഓർ എന്താണ്, ആൻഡ് ആണ്. അതുപോലെ തന്നെ ദിൻ, ദിൻ മീൻസ് ഡേ, ഡേ ആണ്, ഡേ ദിവസം. എന്നാൽ ദീൻ എന്ന് വെച്ചാൽ പുവറാണ്, പാവപ്പെട്ടവരാണ് നമ്മൾ ദീൻ എന്ന് പറയുന്നത്. അപ്പം ലിസൺ. നേഹ മന്ദിർ കി ഓർ ഗയി, നേഹ മന്ദിർ കി ഓർ ഗയി. ഓർ മീൻസ് സൈഡ്, നേരെ അമ്പലത്തിലേക്ക് പോയേക്ക്, സൈഡ് എന്നൊക്കെ പറയും. അതാണ് നേഹ മന്ദിർ കി ഓർ ഗയി, മന്ദിരത്തിലേക്ക് അമ്പലത്തിലേക്ക് പോയി. ഔർ രമ ഔർ, ഔർ ആൻഡ് രമയും, പിന്നെ വേറൊരു പേര് പറഞ്ഞേ, ഗീത, ഗീത, രമ ഔർ ഗീത. ദില്ലി ഗേ, ഡൽഹിയിലേക്ക് പോയി. ദില്ലി ഗേ ഹൈ, ഔർ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. ആൻഡ്, ഇവർ രണ്ട് പേരുകൾ തമ്മിൽ കൂടുമ്പോൾ ആൻഡ് എന്ന് വരും, അതാണ് ഇവിടെ കണ്ടോ, ഔർ, ഇവിടെ ഓർ. ദിൻ എന്നാൽ പിതാജി ദോ ദിൻ കേലിയെ, ദിവസം, അച്ഛൻ, പിതാജി ദോ, ഫാദർ ദോ ദിൻ കേലിയെ, 2 ദിവസത്തിന് വേണ്ടി. മസൂരി ഗേ, മസൂരി മീൻസ് മൈസൂർ, ഗേ ഹൈ 2 ദിവസത്തിലേക്ക് അല്ലേ. ദിൻ ഡേ, ഇവിടെ ഡേ എന്നാണ് വരുന്നത്. എന്നാൽ ദീൻ പ്യുവർ. സജ്ജൻ നല്ല ആളുകൾ, സജ്ജൻ മീൻസ് നല്ല മനുഷ്യർ, സജ്ജൻ. ദീൻ ദുഃഖിയോക്കോ, ദീൻ ദുഃഖിയോ എന്ന് പറഞ്ഞാൽ എന്താ, പാവപ്പെട്ടവരെ, കഷ്ടപ്പെടുന്നവരെ. സേവ കർത്തേ ഹൈ, എന്താ സേവിക്കുന്നു പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നു. മീൻസിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ. ഓർ എന്ന് വെച്ചാൽ സൈഡ് ആണെങ്കിൽ ഔർ എന്ന് വെച്ചാൽ ആൻഡ് ആണ്. ദിൻ ഡേ ആണെങ്കിൽ ദീൻ പുവർ ആണ്. ഓക്കെ, ഹാവ് യു ഡൺ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ടാത്തത് ഞാൻ പറഞ്ഞു. ഏതാ? പേജ് നമ്പർ 56-ലെ 2, 3 തുടക്കം ഫസ്റ്റിലെ 2, 3 എഴുതണ്ട. ബാക്കിയൊക്കെ നോട്ട്ബുക്കിലേക്ക് നല്ല നീറ്റായിട്ട് എഴുതുക. എഴുതിയിട്ട് ഇന്ന് തന്നെ സെൻഡ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടുഡേ ദാറ്റ്സ് ഇനഫ്. ഓക്കെ, താങ്ക് യു. വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. ബൈ.